വെൽക്കം ടു സൂപ്പർ. RRB ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു അടിപൊളി 3 months മാസ്റ്റർ പ്ലാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ 3 മാസം കൊണ്ട് ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രയോറിറ്റി ടോപ്പിക്സ് മാത്രം നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആണിത്. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് നോക്കാം, ഓരോ സബ്ജക്ട് വൈസ്. ആദ്യം തന്നെ മാത്തമാറ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എത്ര ഇമ്പോർട്ടന്റ് ആണ് മാത്സ് എന്നുള്ള കാര്യം നമുക്ക് നല്ല രീതിയിൽ അറിയാം. അപ്പൊ മാത്സ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്പർ സിസ്റ്റം, അതിനകത്ത് വരുന്നതാണ് ഈ ബോട്ട് മാസ് പോലുള്ള സംഭവങ്ങളൊക്കെ, സിംപ്ലിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ. അതിനുശേഷം LCM, HCF, പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതൊക്കെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട, ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യേണ്ടതായിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതൊക്കെ നല്ല രീതിയിൽ നോക്കി വെക്കാം. പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോലുള്ള സംഭവം, ആൻഡ് ആവറേജ്. ആൻഡ് കുറച്ച് മീഡിയം പ്രയോറിറ്റിയിൽ വരുന്ന ടോപ്പിക്കുകളാണ് ടൈം ആൻഡ് വർക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റംസ്, ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, മിക്സ്ചർ ആൻഡ് അലിഗേഷൻ എന്ന് പറയുന്ന ഇത്രയും ടോപ്പിക്കുകൾ. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോർമുലാസും കാര്യങ്ങളൊന്നും നോക്കി വെച്ചേക്കേണ്ട സംഭവങ്ങളൊക്കെയാണ്. മെൻസുറേഷനും ജിയോമെട്രി എന്ന് പറയുന്ന വളരെ ബേസിക് ആയിട്ട് നമ്മൾ നോക്കിയിരുന്നാൽ മതി. നമുക്കറിയാം ഒരു 10th ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു എക്സാം ആണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള, ബേസിക് എന്നും പറയാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരു മാത്സ് മാത്രം നമ്മൾ ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി. ഇത്രയും ടോപ്പിക്കുകൾക്ക് എന്താ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുത്തുകൊണ്ട്. ഇനി റീസണിങ്ങിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടത്തെ ഏറ്റവും ഹൈ ലെവലായിട്ട് നമ്മൾ നോക്കേണ്ട ആൾക്കാർ എന്ന് പറയുന്നത് അനലോജി ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്, സീരീസ്, നമ്പർ ആൻഡ് ആൽഫബറ്റിക് എന്താണ് സീരീസ് വരുന്നുണ്ട്, കോഡിംഗ്, ഡീകോഡിംഗ്, ഡയറക്ഷൻ, സെൻസ്, ബ്ലഡ് റിലേഷൻ. അത് നമുക്കറിയാം ഭയങ്കരമായിട്ടും എന്താണ് നമ്മുടെ ആ ഒരു കോമൺ സെൻസും ട്രിക്സും യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് ഈ റീസണിങ് എന്ന് പറയുന്നത്. ഈ മാത്സ് ആവട്ടെ റീസണിങ് ആവട്ടെ, സ്പീഡ് ആൻഡ് ആക്യുറസി, ഇത് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ആൻഡ് ഒരു മീഡിയം ലെവൽ ഇമ്പോർട്ടൻസ് വരുന്നതാണ് ഓർഡർ ആൻഡ് റാങ്കിങ്, സിലോജിസം, വെൻ ഡയഗ്രാം, സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് അതിനുശേഷം കോംപ്ലെക്സ് ആയിട്ടുള്ള പസിൽസിനും ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ലോജിക് ഒക്കെ ജസ്റ്റ് ഒന്ന് എന്താ പറയാ കുറച്ചൊന്ന് നോക്കി പോയാൽ മതി. ആൻഡ് ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നൊക്കെയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ പോയിട്ടുണ്ട്. എവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരിക, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്നൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ആ വീഡിയോസ് ഒക്കെ ഒന്ന് ഓടിച്ചു നോക്കുക. ആൻഡ് ഇവിടെ ജനറൽ സയൻസ് ആണെങ്കിൽ ആദ്യം തന്നെ ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് മോഷൻ, സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം, വർക്ക്, പവർ, എനർജി, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ പോലുള്ള ടോപ്പിക്കുകൾക്കാണ്. അതിനുശേഷം ലൈറ്റിനും സൗണ്ടിനും ഒരു മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനുശേഷം ന്യൂമറിക്കൽ ഹെവി തിയറീസ്, ഒരുപാട് വലിയ തിയറികളൊക്കെ ഇങ്ങനെ പഠിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല GK വരുമ്പോൾ, അതും ഫിസിക്സിനകത്ത്. ആൻഡ് കെമിസ്ട്രിയിൽ നോക്കുകയാണെങ്കിലോ മാറ്റർ ആൻഡ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, ആസിഡ്, ബേസ്, സോൾട്സ് പോലുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ആൻഡ് മീഡിയം ലെവൽ നോക്കേണ്ടതാണ് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓരോ റിയാക്ഷൻസും നല്ല രീതിയിൽ ട്രിക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കോഡൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ നമ്മുടെ പീരിയോഡിക് ടേബിളിലെ സംഭവങ്ങളൊക്കെ കോഡ് വെച്ച് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന മാതിരിയൊക്കെ ഒന്ന് പഠിച്ചു പോവുക. ആൻഡ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇക്വേഷൻ ഒന്നും നമ്മൾ വലിയ രീതിയിൽ നോക്കേണ്ടതായിട്ടുള്ള വരുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നുള്ള ഇക്വേഷൻസും കാര്യങ്ങളും യൂണിറ്റുകളും ഒക്കെ നോക്കി വെക്കുക. SI യൂണിറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ നോക്കി വെക്കുക. ആൻഡ് ബയോളജിയിൽ വരികയാണെങ്കിൽ ഇവിടെ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആദ്യം തന്നെ ഡൈജഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനും, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, ന്യൂട്രിഷൻ, ഇതുപോലുള്ള ടോപ്പിക്കുകൾക്കാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. ആൻഡ് ട്രിക്കി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്, ഓരോ വിറ്റമിൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വിറ്റമിൻ A ആണോ B ആണോ അങ്ങനെയുള്ള കൺഫ്യൂഷൻ വരുന്നത്. ആൻഡ് അതൊക്കെ നിങ്ങൾക്ക് കോഡിലൂടെ പഠിക്കാം. നമ്മുടെ ഇവിടെ കണ്ടന്റ് ഷോർട്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ചാരു മിസ്സിന്റെ ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് വിറ്റമിൻസിന്റെ കോഡിലൂടെ പഠിക്കുന്ന രീതിയിലുള്ള ഷോർട്സ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുക. ആൻഡ് മീഡിയം ലെവൽ നോക്കുകയാണെങ്കിൽ ഡിസീസസ്, ഓക്കെ, ഓരോ ഡിസീസസ്. അതിനുശേഷം പ്ലാൻ സൈക്കോളജി, അത് വളരെ ഡീപ്പായിട്ട് നോക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതൊക്കെ ഒന്ന് സർഫസ് ലെവലിൽ ഒന്ന് നോക്കിപ്പോയാൽ മതി. ആൻഡ് അതേപോലെ തന്നെ GK, ജനറൽ അവയർനെസ് വരും. കറണ്ട് അഫയർസിൽ സ്റ്റാറ്റിക് GK നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ ഒരു ബേസിക്സ് നോക്കുക, നാഷണൽ സിംബൽസ്, ഇന്ത്യൻ ജിയോഗ്രഫി നോക്കുക, അതേപോലെ തന്നെ ഫ്രീഡം മൂവ്മെന്റ് ഒക്കെ നോക്കി വെക്കുക.
ആൻഡ് ഇവിടെ വരുമ്പോൾ കൾച്ചർ ആൻഡ് ഹെറിറ്റേജിന് ഒരു മീഡിയം ലെവലുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇവിടെ പൊളിറ്റി അവിടെയൊക്കെ കുറച്ചൊന്ന് ഇത് കൊടുത്താൽ മതി. പക്ഷെ എക്കണോമിക്സിലൊക്കെ വരുന്ന സമയത്താണെങ്കിൽ എന്താണ് അവിടുത്തെ GK ടോപ്പിക്സിലൊക്കെ ഓരോ ആർട്ടിക്കിൾസും ആൻഡ് ബഡ്ജറ്റ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കി പോവാ. കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ ലാസ്റ്റ് 6 to 8 monthsന്റെ കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ നോക്കി വെക്കുക. അതിന്റെ കൂടെ തന്നെ നമ്മൾ നോക്കേണ്ടതാണ് അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്, സ്പോർട്സ്, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, ഗവൺമെന്റ് സ്കീംസ്, അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോയിന്റ്മെന്റ്സിനൊക്കെ ഒരു മീഡിയം ലെവൽ ഒന്ന് കൊടുത്താൽ മതി. ആൻഡ് ഇവിടെ നമ്മുടെ മെമ്മറി പവർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ളത് അല്ലേ. അപ്പൊ മാക്സിമം നമ്മുടെ കാർത്തിക മിസ്സിന്റെ ഒക്കെ കോഡൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷനിലൊക്കെ ഒരു ഇച്ചിരി ലോവർ ഫോക്കസ് കൊടുത്താൽ മതി. എന്നാലും നമ്മളൊരു സർഫസ് ലെവലിലെങ്കിലും ഒന്ന് നോക്കിയിരിക്കണം. അപ്പൊ ഇത്രയും ടോപ്പിക്സ്, ഇത്രയും സബ്ജക്ട്സ്, അപ്പോൾ ഇത്രയും ടോപ്പിക്സ്, ഇത്രയും സബ്ജക്റ്റുകളിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിക്ക് ചെയ്തെടുത്ത ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതേപോലൊരു സ്റ്റഡി പ്ലാൻ തന്നെയാണ് നമ്മുടെ RRB ഗ്രൂപ്പ് ഡി അഗ്നി ബാച്ചിൽ നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പൊ അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഈ ബാച്ചിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ലാസ്റ്റ് പറയാം. അതിനു മുന്നേ സ്റ്റഡി പ്ലാൻ ഒന്ന് നോക്കിയിട്ട് പോടാ. ഇവിടെ 3 മാസത്തെ ഒരു മാസ്റ്റർ പ്ലാൻ ആണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ മാർച്ച് 1 മുതൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ടോപ്പിക് വൈസ് അല്ലെങ്കിൽ മാർച്ച് ഏതൊരു ഡേറ്റിൽ നിങ്ങൾ ഒരു 3 month ടാർഗറ്റ് ഇടുകയാണെങ്കിൽ ഈ ഒരു ഓർഡറിൽ ഒന്ന് പഠിച്ചു പോകണമെങ്കിൽ വളരെ വളരെ നല്ലതായിരിക്കും. അപ്പൊ ആദ്യം തന്നെ മാർച്ച് 1 മുതൽ 10 വരെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർച്ച് 1-ാം തീയതി ഞാൻ പറഞ്ഞു മാത്സിന്റെ ഒക്കെ ബേസിക്സിലൊക്കെ നമുക്ക് പഠിച്ചു പോകണം അല്ലെ. അപ്പോൾ ആദ്യം തന്നെ മാത്സും റീസണിങ്ങും ആൻഡ് GK 3 നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. ഇവിടത്തെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ 1 മണിക്കൂർ മാത്സ്, 1 മണിക്കൂർ റീസണിങ്, 1 മണിക്കൂർ GK, അതിൻ്റെ കൂടെ 1 മണിക്കൂർ റിവിഷൻ. അങ്ങനെ നമ്മളൊരു 4 മണിക്കൂർ നമ്മൾ ചെലവഴിക്കുകയാണ്. ഈ 4 മണിക്കൂർ എന്ന് പറയുന്നത് മിനിമം ആണ്. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എന്താണ് ചിലവഴിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ പഠിക്കുക. ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ എന്താണ് നോക്കി PYQs ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് എത്രത്തോളം സമയം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം സമയം പഠിക്കാൻ പറ്റുമോ നിങ്ങൾ പഠിക്കുക. വളരെ ബെയർ മിനിമം ആണ് ഈ 4 hours എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ മാർച്ച് 1-ാം തീയതി ഞാൻ എടുക്കുകയാണ് മാത്സിലെ നമ്പർ സിസ്റ്റം, റീസണിങ്ങിലെ അനലോജി, GKയിലെ ഫിസിക്സിലെ മോഷൻ എന്ന് പറയുന്നത്. ഈ അന്നന്ന് പഠിക്കുന്ന കാര്യം അന്നന്ന് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പറയാറുണ്ട്, അന്നന്ന് പഠിച്ച് തീർക്കുക. അവിടെ എന്താണ് 1 മണിക്കൂർ റിവിഷൻ കൊടുക്കുക. അന്ന് നമ്മൾ 3 മണിക്കൂർ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു, ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്തു, റിവിഷൻ ചെയ്തു, റീസണിങ് ഒക്കെ പഠിച്ചു. അവിടെ നമ്മൾ മാത്സിലും റീസണിങ്ങിലും ഓരോ ദിവസവും നമ്മുടെ സ്പീഡും ആക്യുറസിയും കൂടുന്നുണ്ടോ എന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിനുശേഷം 2-ാമത്തെ ദിവസം LCM ഞാൻ പഠിച്ചു. അതിനുശേഷം ക്ലാസിഫിക്കേഷൻ റീസണിങ്ങിൽ ഞാൻ പഠിച്ചു. ആൻഡ് ഇവിടെ എന്താണ് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്. അപ്പം നമുക്ക് മാക്സിമം റീസണിങ്ങും പഠിക്കാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത് നമുക്കറിയാം മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസിലൂടെയാണ് അല്ലേ. അപ്പൊ മാക്സിമം നമ്മൾ എന്താ ക്വസ്റ്റ്യൻസ് ചെയ്ത് പോകണമെന്നേ ഞാൻ പറയുള്ളൂ. ആൻഡ് 3-ാം തീയതി HCFും ഇവിടെ എന്താണ് ആൽഫബറ്റ് സീരീസ് ഞാൻ തുടങ്ങി റീസണിങ്ങിൽ. ആദ്യം തന്നെ ആൽഫബറ്റിന്റെ സീരീസ് ഞാൻ പഠിച്ചു. ഇപ്പൊ ഫിസിക്സിൽ വർക്ക് ആൻഡ് എനർജി എന്ന് പറയുന്ന ടോപ്പിക്കും അന്ന് നമ്മൾ എന്താണ് 1 മണിക്കൂർ റിവൈസ് ചെയ്യാനായിട്ട് പോവാണ്. ആൻഡ് അതിനുശേഷം മാത്സിലെ സിംപ്ലിഫിക്കേഷൻ നോക്കുന്നുണ്ട്. ആൻഡ് അടുത്ത ദിവസം നമ്മൾ നമ്പർ സീരീസ് നോക്കുകയാണ്. അപ്പൊ ഓരോ ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്താണ് മാക്സിമം മാത്സ് ട്രിക്സിലൂടെ ഒക്കെ അങ്ങ് പ്രാക്ടീസ് ചെയ്യാം. ആൻഡ് പവർ എന്ന് പറയുന്ന ടോപ്പിക് നോക്കുന്നു. ആൻഡ് പെർസെൻറ്റേജ് നോക്കുകയാണ് ഞാൻ 5-ാം തീയതി. കോഡിങ് ആൻഡ് ഡീകോഡിങ്ങിലേക്ക് ഞാൻ എത്തി റീസണിങ്ങിലെ. ആൻഡ് ഇവിടെ ഞാൻ കെമിസ്ട്രിയിലെ മാറ്റർ ഞാൻ തുടങ്ങി. അവിടെയും ഞാൻ 1 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുന്നു. 1 മണിക്കൂർ റിവിഷൻ നിങ്ങൾ എന്തായാലും കൊടുത്തിരിക്കണം. അവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക മാത്രമല്ല നിങ്ങളെ തന്നെ ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, എല്ലാ വീക്കിലും ടെസ്റ്റ് ഒക്കെ നടത്തുക. നിങ്ങളുടെ മെമ്മറി ഒക്കെ ഓക്കെ ആണോ, നിങ്ങൾ എന്താണ് പഠിച്ചൊക്കെ തലയിൽ ഉണ്ടോ എന്നൊക്കെ നമ്മൾ എന്താണ് ആ ഒരു ടെസ്റ്റ് ഒക്കെ ചെയ്ത് നമുക്ക് മനസ്സിലാവണം. മാർച്ച് 6-ാം തീയതി നോക്കുകയാണെങ്കിൽ പെർസെൻറ്റേജിലെ ചോദ്യങ്ങൾ ഞാൻ പ്രാക്ടീസ് ചെയ്യണം. കാര്യം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം പല തരത്തിലുള്ള ഫ്രാക്ഷന്റെയും റേഷ്യോയുടെയും ഒക്കെ തന്നിട്ട് പെർസെൻറ്റേജ് ചോദിക്കും അല്ലേ. അങ്ങനെ മിക്സ് ചെയ്തൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഡിറക്ഷൻ സെൻസ്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, അവിടെയാണ് നമ്മൾ കെമിസ്ട്രിയിലെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ് GKയിൽ നോക്കുന്നത്. ആൻഡ് നമ്മൾ റിവിഷൻ കൊടുക്കുന്നുണ്ട്. റേഷ്യോ കൊടുക്കുന്നു. ആൻഡ് ബ്ലഡ് റിലേഷൻ, ആസിഡ്സ് ആൻഡ് ബേസിസ് മാർച്ച് 7-ാം തീയതി നമ്മൾ പഠിക്കുകയാണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഓരോന്നും ഓരോ കാര്യങ്ങളും ഓരോ ആസിഡ്സും ആൻഡ് ഓരോ ബേസിസും അതിന്റെ മിക്സ്ചേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ കീ ടേംസും കീ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കി പോവാം. അതിന്റെ അടുത്ത ദിവസം റേഷ്യോന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്യാണ്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ മിക്സഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ടല്ലേ, അപ്പൊ അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കണം. ഓർഡർ ആൻഡ് റാങ്കിങ് നമ്മൾ നോക്കുന്നു. സോൾട്ടുകൾ ആ ഒരു ഇതിനകത്ത് തന്നെ ആസിഡ് ആൻഡ് ബേസ് പിന്നെ സോൾട്ട്സ് അതിനകത്ത് വരുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഭാഗം ഞാൻ നോക്കാനായിട്ട് പോവാണ്. ആൻഡ് റീസണിങ്ങിലാണെങ്കിൽ സിലോജിസം, അവിടെയൊക്കെ നമ്മൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും ആൻഡ് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എന്താണ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാ. ആൻഡ് എവിടെയൊക്കെ എനിക്ക് ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, എവിടെയൊക്കെ എനിക്ക് എന്താ കുറുക്ക് വഴികളിലൂടെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ, ഒറ്റ നോട്ടത്തിൽ ആൻസർ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കണം, നമ്മുടെ വിജയ് സാറിന്റെ ഒക്കെ പേന തൊടാതെ എങ്ങനെ ചെയ്യാമെന്നുള്ള അതുപോലുള്ള ട്രിക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ആൻഡ് ഇവിടെ ആണെങ്കിലോ മെറ്റൽസ് നമ്മൾ നോക്കാനായിട്ട് പോകണം. മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിലെ മെറ്റൽസ് എന്ന് പറയുന്ന ഭാഗം നോക്കാനായിട്ട് പോകണം. അവിടെ കുറെ റിയാക്ഷൻസ് ഒക്കെ വരും. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ നോക്കി പോവാ. നെക്സ്റ്റ് ലോസ് പഠിക്കുകയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ലോസ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ നോക്കുകയാണ്. ആൻഡ് ഇവിടെ വെൻ ഡയഗ്രാം, ആൻഡ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ റീസണിങ്ങിനകത്ത് വെൻ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇവിടെ നോൺ മെറ്റൽസ് നമ്മൾ നോക്കുകയാണ്. അപ്പൊ അങ്ങനെ മാർച്ച് 1 മുതൽ 10 വരെ എന്താ നിങ്ങൾ അത്രയും ടോപ്പിക്സ് പഠിച്ചു. ആൻഡ് അത്രയും അവേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യാണ്, റിവിഷനും ചെയ്യാണ്. റിവിഷൻ ചെയ്യുമ്പോൾ മേക്ക് ഷുവർ നിങ്ങളുടെ തലയിൽ അതുണ്ട്. ഓക്കെ, നിങ്ങൾ അത് പഠിച്ച് സെറ്റാണ്, നിങ്ങളുടെ തലയിൽ ആ സംഭവം എല്ലാം സ്റ്റോർ ആണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ ബുക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ദിവസം 11 മുതൽ 20 തീയതി വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മാത്സിൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്, ജസ്റ്റ് ഒരു കുഞ്ഞു ടോപ്പിക് നമ്മൾ നോക്കുന്നു. ആൻഡ് ഇവിടെ എന്താണ് സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ ഒരു ബേസിക് സംഭവം നമ്മൾ നോക്കുകയാണ്. ഇവിടെ എന്താ ഡൈജഷൻ, ബയോളജിയിലെ ഡൈജഷൻ നമ്മൾ നോക്കാനായിട്ട് പോവാം. അതിനുശേഷം 12 തീയതി സിമ്പിൾ ഇൻട്രസ്റ്റിലോട്ട് എത്തി. റീസണിങ്ങിലാണെങ്കിലോ നമ്മൾ പസിൽ ചെയ്യാണ്, നമ്മൾ ഗെയിം ഒക്കെ കളിക്കുന്ന രീതിയിലുള്ള ആ ഒരു എന്താ പറയാ ഫണ്ണായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ് റീസണിങ്ങിലെ പസിൽ എന്ന് പറയുന്നത്. അവിടെ കോമൺ സെൻസ് നമുക്ക് യൂസ് ചെയ്യാം, ട്രിക്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ എടുത്തെടുത്ത് പറയാം, സ്പീഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അത് വച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റത്തില്ല, സമയമില്ല, ടിക് ടിക് ടിക്ക് എന്ന് ഓടുകയാണ് അല്ലേ. ആൻഡ് സയൻസിലാണെങ്കിൽ എൻസൈം എന്ന് പറയുന്ന സംഭവം നമ്മൾ നോക്കുക. ഇവിടെ ഇതിന്റെ സെയിം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് തൊട്ടടുത്ത ദിവസം ഇവിടെ എന്താണ് റീസണിങ്ങിന്റെ മിക്സഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് അവിടെ റെസ്പിറേഷൻ ആണ് അന്ന് GK നമ്മൾ പഠിക്കുക, സയൻസിൽ നമ്മൾ പഠിക്കുക. ഇവിടെ ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ തൊട്ടടുത്ത ദിവസം മാർച്ച് 14 തീയതി നമ്മൾ പഠിക്കുകയാണ്. ഡയറക്ഷന്റെ ടെസ്റ്റ് നമ്മൾ കൊടുക്കുകയാണ്. ആൻഡ് ലങ്സ് എന്ന് പറയുന്ന പോർഷൻ നമ്മൾ നോക്കുകയാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ വീക്കിലും എല്ലാ സൺഡേയ്സും നമ്മൾ ടെസ്റ്റ് കൊടുക്കാൻ മറക്കരുത്. അതായത് നമ്മൾ 4 മണിക്കൂർ ഈ 4 മണിക്കൂർ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട ആ ഒരു അവർ നിങ്ങൾ പഠിക്കുക. ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഒരു 1 to 2 hours നിങ്ങൾ എടുക്കണം. മോക്ക് ടെസ്റ്റ് ഒക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ എക്സാമിന് ഇരിക്കുന്നത് അതേ സീരിയസ്നെസ്സോടുകൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇരിക്കണം. അപ്പൊ ഈ ഒരു പ്ലാൻ, ഞാനിവിടെ സ്റ്റഡി പ്ലാൻ മാത്രമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ. അതിന്റെ ഇടയിൽ എന്താണ് നിങ്ങളുടെ ആ ഒരു ടെസ്റ്റ് നിങ്ങൾ കൊടുക്കാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഇന്റർവ്യൂവിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അങ്ങനെയുള്ള എല്ലാ വീഡിയോസും നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കി ഓക്കെ ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം എന്താണ് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇരിക്കാൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മാർച്ച് 15 ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആവറേജിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്, കോഡിങ്ങിന്റെ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്, ബ്ലഡ് നമ്മൾ പഠിക്കാം, ഓരോ ബ്ലഡ് ടൈപ്പും അങ്ങനെ ഓരോ സംഭവങ്ങളും നമ്മൾ പഠിക്കാനായിട്ട് പോവാണ് ബയോളജിയിലെ. നെക്സ്റ്റ് വൺ ടൈം ആൻഡ് വർക്ക് സീരീസിന്റെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ പഠിക്കാൻ പോവാണ്. സർക്കുലേഷൻ നമ്മൾ നോക്കാനായിട്ട് പോവാ. ആൻഡ് വർക്കിന്റെ ക്വസ്റ്റ്യൻസ് തൊട്ടടുത്ത ദിവസം ചെയ്യുന്നുണ്ട്. അനലോജിന്റെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹാർട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. പൈപ്സും അതിന്റെ പൈപ്സിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ടടുത്ത ദിവസവും, ആൽഫബറ്റ് ടെസ്റ്റും ആ ഒരു ദിവസം തന്നെ മാർച്ച് 18 തീയതി. ആൻഡ് റീസണിങ്ങിന്റെ PYQs ആയിരിക്കും നമ്മൾ അടുത്ത ദിവസം നോക്കുക. ആൻഡ് എക്സ്ക്രീഷൻ ആണ് നമ്മൾ അന്ന് പഠിക്കുക മാർച്ച് 18 തീയതി. 19 തീയതി എന്താ നമ്മൾ PYQ നമ്മൾ ഇങ്ങനെ ചെയ്യാണ്. ഞാൻ പറയാം ഈ PYQസും ടെസ്റ്റും ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇടയിൽ നമ്മൾ വേറൊരു ഫോക്കസിനോട്ടൊന്നും മാറിപ്പോവാണ്ട് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. എപ്പോഴും ഒരു ഇറർ ബുക്ക് കീപ്പ് ചെയ്യുക. ഞാൻ എവിടെയൊക്കെ തെറ്റ് വരുത്തിയെന്ന് നോട്ട് ഡൗൺ ചെയ്യുക. അത് പിന്നീട് ഒരു ദിവസം അല്ലെങ്കിൽ പിന്നീട് റിവിഷൻ ചെയ്യുമ്പോൾ ചെന്ന് നോക്കിയിരിക്കണം. അത് നമ്മൾ പഠിക്കണം എന്നുള്ള സംഭവത്തിനാണ്. ആൻഡ് 20 തീയതി നമ്മൾ മാത്സിന്റെ റിവിഷനും റീസണിങ്ങിന്റെ റിവിഷനും സയൻസിന്റെ റിവിഷനും ഒരു ഫുൾ മോക്ക് ടെസ്റ്റ്. ഓക്കെ, ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കൊടുക്കാനായിട്ട് നോക്കുക. അപ്പൊ
അപ്പത്തേനും എന്താണ് ആ മാക്സിമം നിങ്ങൾ എവിടെയൊക്കെയാണ് ഇറർ വരുത്തുന്നത്, എവിടെയൊക്കെ ഞാൻ ഇനി നോക്കണം, എവിടെയൊക്കെയാണ് ഞാൻ ലാക്കിംഗ് എന്ന് നമുക്ക് മനസ്സിലാവും. ആ ഒരു പോർഷൻ നിങ്ങൾ വീണ്ടും ചെന്നൊന്ന് പഠിക്കുക. അതാണ് ഇവിടെ നമ്മുടെ ആ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നതിന്റെ ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ എവിടെയൊക്കെ തെറ്റ് വരുത്തി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ മാർച്ച് 21 മുതൽ 31 വരെ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഫോക്കസ് ചെയ്യാണ്. ഇവിടെ ഓരോ സബ്ജക്റ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യാണ്. മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം 21-ാം തീയതി നമ്മൾ മാത്സ് മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഒരു ഫുൾ റിവിഷൻ പ്ലസ് പ്രാക്ടീസ് കൊടുക്കുകയാണ്. അടുത്ത ദിവസം റീസണിങ്ങും അതേപോലെ, സയൻസ് അതേപോലെ, പിന്നെ നമ്മളൊരു മിക്സഡ് ആയിട്ടുള്ള ഒരു PYQ ഓൾ സബ്ജക്ട്സിന്റെയും നമ്മൾ നോക്കാനും പോവാണ്. ആൻഡ് ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് കൊടുക്കുകയാണ്. ഒരു ഫുൾ ടെസ്റ്റ് പ്ലസ് അനാലിസിസ്. ആ അനാലിസിസ് എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് വീക്ക് ഏരിയാസ് നമ്മൾ അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് എൻ്റെ വീക്ക് ഏരിയാസ്, എവിടത്തെ ഇറർ കറക്ഷൻസ് ഒക്കെ ചെയ്യുന്നു. ആൻഡ് ഇവിടെ മാത്സിന്റെ സ്പീഡ് നമ്മൾ ഇൻക്രീസ് ചെയ്യണം. എങ്ങനെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും? നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ നമുക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ഷോർട്ട് ട്രിക്സ് നമ്മൾ നോക്കുകയാണ്. ആൻഡ് റീസണിങ്ങിന്റെയും അതേപോലെ തന്നെ ടൈം മാനേജ്മെന്റ്. നമുക്കറിയാം സ്പീഡ് ആൻഡ് ആക്യുറസി ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം അതാണ് എല്ലാവർക്കും ലാക്കിംഗ്. സ്പീഡ് ഇല്ല, വെച്ചോണ്ടിരിക്കും. ആക്യുറേറ്റ് ആവില്ല ആൻസർ. നമ്മൾ എന്താണ് ടെൻഷൻ കാരണം തെറ്റിക്കും, മനുഷ്യനാണ്. അപ്പൊ ആ ഒരു സംഭവം വരാതെ നമ്മൾ മാക്സിമം എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് എഴുതി 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 പഠിക്കണം എന്നാണ് ഞാൻ പറയാം. ആൻഡ് 29-ാം തീയതി സയൻസിന്റെ ഒരു റാപ്പിഡ് സംഭവം, അതായത് എവിടെ ഏതൊക്കെ ഇക്വേഷൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി പോവാ. ആൻഡ് 30-ാം തീയതി ഒരു മോക്ക് ടെസ്റ്റ് കൊടുക്കുക. ആൻഡ് ഇവിടെ എന്താണ് നമുക്ക് ലാസ്റ്റ് ഒരു ലൈറ്റ് റിവിഷൻ കൊടുത്താൽ മതി. ആ ഒരു മാസം ഒരു ലൈറ്റ് റിവിഷൻ. അന്നത്തെ മാസം നമ്മൾ ഹെക്റ്റിക് ആയിട്ടുള്ള പണിയാണ് എടുത്തത്. മാത്സും റീസണിങ്ങും സയൻസും നമ്മൾ ഫുള്ള് കവർ ചെയ്തു. അപ്പൊ അന്നത്തെ ദിവസം എനിക്ക് റെസ്റ്റ് വേണം. മാത്രമല്ല ഞാൻ അന്ന് എവിടെയൊക്കെയാണ് എൻ്റെ അനാലിസിസ് ഒക്കെ എടുത്ത് നോക്കി, എൻ്റെ ഇറർ ബുക്ക് ഒക്കെ എടുത്ത് നോക്കി, ഇനി ഞാൻ എവിടെയൊക്കെ ഞാനൊന്ന് റിവൈസ് ചെയ്യണം നോക്കി, അവരെയൊക്കെ ഒന്ന് പഠിച്ച് നമ്മളൊന്ന് വിശ്രമിക്കുന്ന ഒരു ദിവസമാണ് മാർച്ച് 31 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ ഒരു മാസം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവിടെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അടുത്ത മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചു പേരൊന്നും നോക്കിയിട്ടില്ല അല്ലേ? നമ്മുടെ GK നമ്മൾ സയൻസ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഇനി കുറച്ചു പേരും കൂടെ ഉണ്ട്, അവരെയും കൂടെ നമ്മൾ നോക്കണം. അപ്പൊ അവരെ നോക്കുന്ന സമയത്ത് നമ്മൾ മാത്സിന്റെയും റീസണിങ്ങിന്റെയും GKയുടെ ഒക്കെ റിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വേണം നമ്മൾ പോകാനായിട്ട് അല്ലേ? അപ്പൊ ഏപ്രിൽ മാസം നമ്മൾ GA അതായത് ജനറൽ അവയർനെസ്സിന് ഫോക്കസ് കൊടുക്കുകയാണ്, പ്ലസ് പ്രാക്ടീസ് നിർത്തുന്നില്ല. അപ്പൊ ആദ്യം തന്നെ മാത്സിന്റെയും റീസണിങ്ങിന്റെയും ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ പൊളിറ്റി നമ്മൾ എടുത്തു തുടങ്ങി, പൊളിറ്റി നമ്മൾ പഠിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ ഇവിടത്തെ ഈ ടോപ്പിക് 3-ാമത്തെ ആളെ പറയാം. ഇവിടെ നമ്മൾ എന്താണ് മാത്സും റീസണിങ്ങും മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ്. നമ്മുടെ PYQ നോക്കുകയാണ്, VKDS കവർ ചെയ്യാണ്, എല്ലാം നോക്കുകയാണ്. ഇവിടെ നോക്കുകയാണെങ്കിലോ നമ്മുടെ ഏപ്രിൽ മാസം എന്താണ് 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയാണ്. ആദ്യത്തെ വീക്കാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അല്ലേ? പൊളിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി. അതേപോലെ നെക്സ്റ്റ് വീക്ക്, ഓരോ വീക്കിന്റെ അവസാനം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം ജിയോഗ്രഫി, ഇന്ത്യൻ ജിയോഗ്രഫി നോക്കുകയാണ്, ഫ്രീഡം ബേസ് ചെയ്തിട്ടുള്ള ഹിസ്റ്ററി നോക്കുകയാണ്, സ്റ്റാറ്റിക് GK നോക്കുകയാണ്. അങ്ങനെ എന്താണ് ആ 4 വീക്ക് നമ്മൾ ഈ ഒരു GA എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോവാണ്. ഫുൾ ടോപ്പിക്സും എന്താണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഞാൻ ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. അപ്പൊ അതനുസരിച്ച് എന്താണ് കവർ ചെയ്യാനായിട്ട് പോവാണ്. ആൻഡ് മെയ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫൈനൽ സെലക്ഷൻ ഫേസ് ആണ്. ഇവിടെ നമ്മൾ എന്താ മാക്സിമം റിവിഷൻ കൊടുക്കുന്നു. കറണ്ട് അഫയർസ് ഒക്കെ എന്താണ് നമ്മൾ എന്താ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 6 to 8 monthsലെ കറണ്ട് അഫയർസ് എല്ലാം നമ്മൾ നോക്കി പോകണം. ആൻഡ് ഇവിടെ മാക്സിമം റിവിഷനും PYQസും മോക്ക് ടെസ്റ്റും എല്ലാം കൊണ്ട് നമ്മൾ ഇങ്ങനെ എന്താണ് ഓക്കെ ഈ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു സെഷൻ ആകുമ്പോൾ 3-ാമത്തെ ഈ ഒരു സെഷൻ ആവുന്ന സമയത്ത്, ഈ ഫൈനൽ സെഷൻ ആകുമ്പോൾ നിങ്ങളുടെ സ്പീഡ് കൂടും, നിങ്ങളുടെ ആക്യുറസി കൂടും. നിങ്ങൾക്ക് എന്താണ് ട്രിക്സ് യൂസ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. GKയിലെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡിങ് എന്താണ് ഓരോ കോഡുകൾ യൂസ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ തുടങ്ങും. അവിടെ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിച്ചാലും എന്താണ് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾ ഈ ഒരു 3rd month നിങ്ങൾ എത്തിയിരിക്കും. അതാണ് അവസാനത്തെ ആ ഒരു ഫൈനൽ ആ ഒരു മന്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെ നിങ്ങളുടെ സ്പീഡിനെ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യുക, ആക്യുറസിയെ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യുക. നിങ്ങളുടെ എന്താണ് ആ ഒരു മെമ്മറി പവറിനെ നിങ്ങൾക്ക് പല രീതിയിലുള്ള ട്രിക്കുകൾ യൂസ് ചെയ്യാം മെമ്മറി പവർ കൂട്ടാനായിട്ട്. അങ്ങനെയുള്ള രീതികളിലൊക്കെ നിങ്ങൾക്ക് എന്താ പഠിച്ചു തുടങ്ങാം എന്നുള്ളതാണ്. ഇവിടുത്തെ എന്താ ഒരു ഫോർമുല നോട്ട്സും ഇറർ ബുക്കും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്താ മാക്സിമം നിങ്ങൾ നോക്കുക. പക്ഷെ എനിക്ക് ഇതിന്റെ ഇടയിൽ ഒരു കാര്യം പറയേണ്ട എന്താന്ന് വെച്ചാൽ, ആദ്യത്തെ മാസം എന്താണ് ആ ഒരു തുടക്കത്തിന്റെ ആവേശത്തിൽ നിങ്ങൾ തുടങ്ങും
പഠിച്ചു തുടങ്ങും. പക്ഷെ 2ാമത്തെ മാസം ആകുമ്പോഴത്തേന് നിങ്ങൾ തളരും. കുറേ പേര് ഇവിടെ നിന്ന് ഇട്ടിട്ട് പോവാം. വളരെ കുറച്ച് പേര് മാത്രമേ ഈ 3rd മന്ത് കവർ ചെയ്യുള്ളൂ. ഈ 3rd മന്ത് കവർ ചെയ്യാത്തവരെന്താണ്, ഈ ഇടയിൽ വിട്ട് പോയവരെന്താണ്, പോയി അവർക്ക് എക്സാം ക്രാക്ക് ചെയ്യണം അല്ലെങ്കിൽ അത് നേടണം എന്ന വാശിയില്ലാത്തവരാണ്. മാക്സിമം എന്ത് ചെയ്യുക, വിട്ടുകൊടുക്കാതെ ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ ഒരു ജോലി വേണ്ടേടാ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ്, നിങ്ങൾ നേടാൻ വേണ്ടി എന്ത് ചെയ്യണം, പ്രയത്നിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളും ആൻഡ് റിവിഷൻ ഷീറ്റും റിവിഷൻ പ്ലാനും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ അഗ്നി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ആപ്പില് ഈ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഉടനെ തന്നെ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് മാത്രം പഠിച്ച് നമുക്ക് ആവശ്യമുള്ളത് മാത്രം മലയാളത്തിലും ഇംഗ്ലീഷിലും ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതിനോടൊപ്പം തന്നെ പ്രിന്റബിൾ ആയിട്ടുള്ള PDF നോട്ട്സും ടെലഗ്രാം ഗ്രൂപ്പ് സപ്പോർട്ടും പോട്ടെ, എല്ലാ വീക്കിലും അമൽ സാറിന്റെ മോട്ടിവേഷൻ സെഷൻസും എല്ലാം ഇവിടെ ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ തന്നെ വിളിച്ചോ 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക്. അല്ല, ഈ ഒരു എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ ആവശ്യമാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം, നമ്മളുമായി കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ ആവശ്യം, നിങ്ങളുടെ സമയം അനുസരിച്ച്, നിങ്ങൾ വർക്ക് ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ വീട്ടമ്മമാരായിരിക്കും, അപ്പൊ നിങ്ങളുടെ സമയം അനുസരിച്ച് ഞാൻ എങ്ങനെ അത് പ്ലാൻ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണോ, ഒരു പേഴ്സണലൈസ്ഡ് സ്റ്റഡി പ്ലാൻ വേണോ, ഈ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് വിളിക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. ആൻഡ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.